ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ഈ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട് മാത്രം ഏറ്റവും സന്തോഷം തരുന്നുണ്ട് ഇങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയത്. ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് സർഗസി എന്ന 17 കഥകളടങ്ങുന്ന കഥാസമാഹാരമാണ്. എഴുത്തുകാരി അനിത്ര ജോണി സൗദിയിൽ ആദർശാവിന്റെ എഴുത്ത് തന്നെ വർക്ക് ചെയ്യുന്നു. സർഗസിയുടെ കഥകളുടെ ചെറിയൊരു രൂപരേഖ മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പുസ്തകം ഏറെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്യപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അനിത്ര ജോമിക്ക് എഴുത്ത് ജീവിതത്തിൽ സുദീർഘമായൊരു ഭാവി ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുകയാണ്. പുസ്തക പ്രകാശനത്തിനായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിലോസഫി പ്രൊഫസർ എഴുത്തുകാരനും കൂടിയായ മിസ്റ്റർ ബഹുമാനപ്പെട്ട ബിഷപ്പ് പോക്കർ സാറിനെയും സ്വീകരിക്കുന്നതിനായി കാർട്ടൂണിസ്റ്റും കുറേറ്റർ ഗിന്നസ് വേൾഡ് റെക്കോർഡർ ഹോൾഡറുമായ മിസ്റ്റർ ദിലീപ് സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ സ്വയം നമ്മുടെ പരിമിതി കൂടി തിരിച്ചറിയുകയും കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ ഉയർന്ന നമ്മുടെ തന്നെ അനുഭവങ്ങൾ കൂടുതൽ ആഴത്തിലും പരപ്പിലും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ആവിഷ്കരിക്കാനുള്ള ശ്രമം തുടർന്നുള്ള ജീവിതത്തിൽ ആശംസിച്ചുകൊണ്ട് തീർച്ചയായും ഒരു നല്ല കഥാകാരിയായി ഇനിയും ഇത്രയെ കണ്ടുമുട്ടാൻ നമുക്ക് എല്ലാവർക്കും സുഖം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് പ്രസംഗിക്കുകയാണ്. നന്ദി. ഏതായാലും വളരെ സന്തോഷമുണ്ട്. അനിത്ര ജോമിയുടെ കഥ ഈ ലോക അക്ഷര മഹോത്സവത്തിൽ മാമാങ്കത്തിൽ വരുന്നു. അതിന് കാണിച്ച അവരുടെ ഇറങ്ങിപ്പുറപ്പെടുകയും അതിലുള്ള ധൈര്യവും അഭിനന്ദനാർഹമാണ്. പുതിയ തലമുറ അക്ഷരങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും അതിസമ്പന്നമാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. ഇത്രയേറെ ജീവിതത്തിന്റെ മറ്റൊരു മാറ്റത്തിലേക്ക് വന്നപ്പോൾ അതെല്ലാം ഓർത്തുകൊണ്ട് തന്റെ ഓർമ്മകളെ അല്ലെങ്കിൽ തന്നിലൂടെ കടന്നുപോയ ചില കാര്യങ്ങളെ കഥകൾ പോലെ എഴുതി വച്ചിരിക്കുകയാണ് ഈ പുസ്തകം. വളരെ ലളിതമായ ഭാഷയാണ്. നമ്മൾക്കും കഥയിലൂടെ സഞ്ചരിക്കാൻ പറ്റും, കഥാപാത്രങ്ങളെ കാണാൻ പറ്റും. അതിൽ ഒരു കഥാകാരിക്ക് എന്താണ് നമുക്ക് നൽകാൻ കഴിയുക? എങ്കിലും അത്രയേറെ ഞാൻ വായിച്ചതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട കഥകളാണ്. എല്ലാത്തിലും ഒരു പെണ്ണോവ്, ഒരു പെൺമുറിവ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എഴുത്തുകാരിയോട് ചോദിച്ചത് എല്ലാ കഥകളിലും സ്ത്രീ കഥാപാത്രങ്ങളായിരിക്കും. അതെ എന്നാണ് എനിക്ക് കിട്ടിയ ഉത്തരം. എന്തായാലും ഈ പുസ്തകം നിങ്ങളെ നിരാശപ്പെടുത്തില്ല. എല്ലാവരും ഈ പുസ്തകം വാങ്ങുക, വായിക്കുക. എഴുത്തുകാരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സർഗസിയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകളുടെ ജീവിതം. അതായത് സർഗസി വാടക കഥാപാത്രം ഒരു കുട്ടി വീട്ടിലെ സാഹചര്യം കൊണ്ട് വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് അവളുടെ ഗർഭപാത്രം ദാനം ചെയ്ത് അതിലൂടെ ഒരു കുട്ടീനെ പ്രസവിക്കുന്നു. പിന്നെ അതിനുശേഷമുള്ള അവളുടെ മാനസിക സംഘർഷം, ആ കുട്ടിയെ അവിടെ നഷ്ടപ്പെടുന്ന ആ ഒരു കഥ, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കഥയാണിത്. എൻ്റെ ചുറ്റും ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചത് അറിഞ്ഞതുമായ കഥകളാണ് 17 കഥാസമാഹാരമായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ പുസ്തകമാണ്. ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഈ അവസരത്തിൽ. ഈ ബുക്ക് എല്ലാവരും വായിക്കണം. വേദിക്ക് തൊട്ടടുത്ത് തന്നെ സേകേതം ബുക്ക് സ്റ്റാൻഡിൽ ഈ ബുക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും വായിക്കണം. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.